അടിപൊളി അടിപൊളി ആ കിട്ടുന്ന പടം. പഞ്ചിടി കണ്ടു നോക്കിയാലേ ബാക്കി മനസ്സിലാവും. ആ പഞ്ചിടി അടിപൊളി അടിപൊളി. A shark man I would say in this movie. അടിപൊളിയാണ്. നല്ല മൂവി, നല്ല സിനിമ. അയ്യോ അടിപൊളിയായിരുന്നു. അതെ യൂത്ത് പെപ്പ ഈസ് ഗുഡ്. നല്ല പെർഫോമൻസ്. അതിന്റെ ഓഡിയൻസ് തീരുമാനിക്കട്ടെ. നല്ല പടമാണ്. ഡെഫിനറ്റ് സൂപ്പർ കൊള്ളാം. എല്ലാവരും കൊള്ളാം. എല്ലാ ആർട്ടിസ്റ്റും കൊള്ളാം. ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന അവർ പോലും കൊള്ളാം. ആ രീതിയിലാണ് പെർഫോമൻസ്. കൊള്ളാം. എല്ലാ പടം ഓടണല്ലേ. അനുഭവിക്ക് നല്ല ചെയ്തിട്ടുണ്ട്. മാസ് എന്താ പറയാ, വളരെ സന്തോഷം. എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. 68 ദിവസം കടലിലുണ്ടായിരുന്നു. അപ്പൊ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണും. എല്ലാവരും കണ്ടല്ലോ സിനിമ? കണ്ടോ? ഏറെ കുറച്ച് ആളുകൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടവരെല്ലാം സൂപ്പറാ, വിളിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷം. നിങ്ങള് സിനിമ കണ്ടില്ല അല്ലെ? ഇതിന്റെ പടവാ. ഇതിന്റെ ഡയറക്ടറെ പുള്ളി കണ്ടു വളർന്ന, അല്ലെങ്കിൽ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു കഥയാണ്. അതിന് എന്തെങ്കിലും നന്മയോ തിന്മയോ ഉണ്ടായാലും എല്ലാം ഉണ്ടെങ്കിലും അതിന് പൂർണ്ണ അധികാരവും അതിന്റെ ക്രെഡിറ്റും അജിത്തിനും പമ്പള്ളിക്കല്ല. നല്ല ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നല്ല സിനിമയാണ്. നല്ല സ്റ്റണ്ടാണ്. പുള്ളി ഓൾറെഡി ആക്ഷൻ ഹീറോ ആണല്ലോ. അപ്പൊ നല്ല വേറെ ലെവലാണെന്ന് നമുക്ക് തോന്നും. വേറെ ലെവൽ തന്നെയാണ് ആ ആക്ടിങ്ങിന്റെ ഇതുവരെ ഉള്ള ഒരു പാറ്റേൺ എന്നൊക്കെ. ഒരുപാട് എന്റെ പേഴ്സണൽ ആന്റണിയുടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും എന്നറിയില്ല. പക്ഷെ ടോട്ടാലിറ്റി പടം ഗംഭീരമാണ്. അടിപൊളിയാണ്. സ്റ്റണ്ടൊക്കെ വർക്കൗട്ടാണ്. വേറെ ലെവൽ വർക്കാണ്. ഓ വെരി നല്ല പടമാണ്. ഓ ഫൈറ്റ് വേറെ ലെവല്. ശരി ശരി, അതാണ് ശരിയാണ്. ഓ അതെ അതെ, രണ്ടും മിക്സറാണ്. കടലിന്റെ മക്കളുടെ കഥ. பெப்பே கூட ஃபர்ஸ்ட் ஸ்க்ரீன் ஷேர் பண்ணுறது ஐம் வெரி கிளாட் டு. அதுவும் என்னோட ஃபர்ஸ்ட் டெபியூ மூவியில் ரொம்ப ஹாப்பியாக இருக்குது. ஆன் ஸ்க்ரீனில் பார்க்கும்போது ரொம்ப சர்ரியலாக இருந்தது. எல்லாரும் கண்டிப்பாக வந்து இதை வந்து தியேட்டரில் வந்து எக்ஸ்பீரியன்ஸ் பண்ணுங்க. அப்போ தான் அந்த கடலோட அந்த ஃபீலிங், அங்கே நடக்கிற போட்டில் நடக்கிற அவங்களோட கஷ்டம் எல்லாமே புரியுது. தமிழ் இண்டஸ்ட்ரி, தமிழ் பொண்ணு தான் நான். இதுதான் மலையாளம்னு எனக்கு ஃபர்ஸ்ட் டெபியூ. மலையாளம் ரொம்ப பிடிச்சிருக்கு. யா, வெரி கிரியேட்டிவ் அண்ட் ஐ லேர்ன்ட் மெனி திங்ஸ் ஒர்க்கிங் ஹியர். நேரில் கொஞ்சம் பார்த்துருக்கேன். லேண்ட் போர்ஷன்ல நடக்கிற ஸ்டண்ட் எல்லாம் பார்த்துருக்கேன். சீல் இப்போதான் நான் பார்க்குறேன். ஆமா ஆமா, கண்டிப்பா ஆகும், ஆயிரும். எக்ஸ்பெக்டேஷன் இருந்தது. ஏன்னா எல்லாரும் ரொம்ப ஹார்ட் ஒர்க் பண்ணியிருக்காங்க. போட்ல ஒரு டாய்லெட் இல்லை, சாப்பிட இல்லை, அவ்வளோ அந்த வெதர்ல ரொம்ப ஹார்ட் ஒர்க் பண்ணி தான் 95 days இருந்திருக்காங்க. ஸோ அது அப்படியே ஸ்க்ரீன்ல ரிஃப்ளெக்ட் ஆகுது தான். ராஜ்வி ஷெட்டி சார், அது வந்து ஒரு சஸ்பென்ஸா தான் அது வரைக்கும் வச்சிருந்தாங்க. இப்போ அது ரிவீல் பண்ணும்போது பார்க்கும்போது ஆடியன்ஸ்க்கு ஒரு டிஃப்ரெண்டா இருக்கும். அவரை ஆக்ஷன் a shark man I would say in this movie.